ഉണ്ടാക്കാം. ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാം. ഗ്രേപ്സ് കുക്ക് ചെയ്യാതെ ഉണ്ടാക്കാം, കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പോ ഇതിനു മുന്നേ നമ്മൾ ഗ്രേപ്പ് ജ്യൂസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഗ്രേപ്പ് ജ്യൂസ് കുക്ക് ചെയ്തിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് ആണ്. ഇതും കുക്ക് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഗ്രേപ്പ് ജ്യൂസ് ആണ്, ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് അല്ല. പിന്നെ ഈ ഒരു ഗ്രേപ്പ് ജ്യൂസിൽ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഫൈനൽ ഗാർണിഷിങ്ങിന് യൂസ് ചെയ്യുന്ന രീതിയാണ്. ഈ കുക്ക് ആവുന്ന ഗ്രേപ്സ് എടുത്തിട്ട് നമ്മളൊന്ന് ഐസ് വാട്ടറിൽ കുറച്ച് സമയം ഇട്ട് വെക്കും. അതെന്താണെന്ന് വെച്ചാൽ ഗ്രേപ്സ് ഓവർ കുക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെടുത്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ അത് വേണ്ട, ആ ഒരു രീതി ഫോളോ ചെയ്യേണ്ട എന്നാണെങ്കിൽ ഈ ഐസ് വാട്ടറിൽ ഇട്ട് വെക്കുന്ന ആ ഒരു പ്രോസസ്സ് അങ്ങ് ഒഴിവാക്കിയിട്ട് ഗ്രേപ്സ് കുക്ക് ചെയ്ത് ആ ജ്യൂസ് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫ്രഷ് ഗ്രേപ്സ് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് ജ്യൂസിലേക്ക് ഇട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അതൊരു ഓപ്ഷനാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കുക്ക് ചെയ്ത ഗ്രേപ്സ് ഇട്ടിട്ട് സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഫ്രഷ് ഗ്രേപ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. രണ്ട് ഓപ്ഷൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. ഈ ഒരു ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല ഡാർക്ക് കളറുള്ള ഗ്രേപ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജ്യൂസിന് നല്ല കളർ ഉണ്ടാവും. ഗ്രീൻ കളറിലുള്ള ഗ്രേപ്സ് യൂസ് ചെയ്തിട്ടും സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്സ് യൂസ് ചെയ്തിട്ടും എല്ലാം ഈ ജ്യൂസ് ഉണ്ടാക്കാം. നമുക്ക് ഏത് ഗ്രേപ്സ് ആണ് അവൈലബിൾ. പക്ഷെ ഗ്രീൻ കളറിലുള്ള ഗ്രേപ്സ് ആകുമ്പോൾ നമ്മുടെ ജ്യൂസിന്റെ കളർ ഉണ്ടാവില്ല. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് ആയിട്ട് കഴിക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ ഒരു ഇത്രയും പ്രോസസ്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുമെങ്കിലും കളറിൽ ഭംഗി ഉണ്ടാവില്ല. അത് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ പിന്നെ മധുരമുള്ള ഗ്രേപ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് ചെറിയൊരു പുളി ടേസ്റ്റോട് കൂടി കഴിക്കുമ്പോഴാണ് ഈ ഗ്രേപ്പ് ജ്യൂസിന്റെ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ മധുരമില്ലാതെ പുളിയുള്ള ഗ്രേപ്സ് ആണെങ്കിൽ വീണ്ടും ലെമൺ ജ്യൂസ് ചേർക്കരുത്. ഞാനിപ്പോ ഈ ഒരു ഗ്രേപ്പ് ജ്യൂസിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ലെമൺ ജ്യൂസ് ഓപ്ഷനിലാണ്, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ തണുപ്പിച്ച് സെർവ് ചെയ്യണോ തണുപ്പില്ലാതെ സെർവ് ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് എല്ലാം വ്യത്യാസം വരുത്താവുന്നതേ ഉള്ളൂ. നമ്മൾ ആ ഗ്രേപ്പ് ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഗ്രേപ്സും ഇപ്പോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല ചൂട് ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു ജ്യൂസിന്റെ റെസിപ്പി പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ മുന്തിരി ജ്യൂസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മുന്തിരി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പഞ്ചസാര. നിങ്ങൾ എടുക്കുന്ന ഗ്രേപ്സിന്റെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്തുക. നല്ല മധുരമുള്ള ഗ്രേപ്സ് ആണെങ്കിൽ അധികം പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ലെമൺ ജ്യൂസ് ചേർക്കാം, അത് താല്പര്യം ഉണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇതിൽ ലെമൺ ജ്യൂസ് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുളിയോട് അധികം താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ഗ്രേപ്സിന് പുളി ഉള്ളതാണെങ്കിൽ പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ ചെറിയ പുളി ടേസ്റ്റും കൂടി വരുമ്പോൾ നന്നായിരിക്കും. ആദ്യം നമുക്ക് ഈ ഗ്രേപ്സ് ഒന്ന് അടർത്തി എടുത്തിട്ട് വാഷ് ചെയ്തെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറുള്ള ഗ്രേപ്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ജ്യൂസിന് കൂടുതൽ ഭംഗി ഉണ്ടാവും. പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡുള്ള ഗ്രേപ്സ് ആണെങ്കിലും ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഭംഗി ആ ഒരു കളർ ഇത്തിരി കുറവായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ വാഷ് ചെയ്തെടുത്തതാണ്. പക്ഷെ ഇതുപോലെ അടർത്തി വന്നു കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, പൊടിയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് വീണ്ടും വാഷ് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ആദ്യമേ തന്നെ ഗ്രേപ്സ് ഇട്ട് വയ്ക്കുക. അതിനുശേഷം 4-5 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം അടർത്തിയിട്ടാണ് വീണ്ടും വാഷ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രേപ്സിന്റെ പുറമെ ഒരു വൈറ്റ് കളറിലെ പൊടി ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം വാഷ് ചെയ്യുന്നത്. ഗ്രേപ്സിൽ എല്ലാ ഗ്രേപ്സിലും ഇതുപോലെ ആ പൊടി ഉണ്ടാവും. അത് കെമിക്കലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാനിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലാണ് നമ്മൾ ഗ്രേപ്സ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളത്തിലേക്ക് ഗ്രേപ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഗ്രേപ്സിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രേപ്സ് കുക്ക് ആവാനുള്ള വെള്ളം ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ ഗ്രേപ്സ് എടുക്കുന്നത് ആ പാത്രത്തിൽ ആദ്യം ഗ്രേപ്സ് ഇടുക. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിന് മുകളിൽ ഇതുപോലെ ഗ്രേപ്സ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട്
നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഗ്രേപ്സ് ഒക്കെ പൊട്ടി തുടങ്ങി. ഇത് കണ്ടോ, ഇതുപോലെ പൊട്ടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് പൊട്ടി വരണം. അതുവരെ നമ്മൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇതിന്റെ കുക്കിംഗ് ഇപ്പോൾ മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ഇളക്കിയൊന്നും കൊടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. വെള്ളം തനിയെ തിളയ്ക്കുന്ന അനുസരിച്ച് ഗ്രേപ്സ് പൊട്ടിയിട്ട് ഗ്രേപ്സ് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും കേട്ടോ. അത് കണ്ടത്, ആ പൊങ്ങി തുടങ്ങുന്നുണ്ട്. ഒരെണ്ണം ഇവിടെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ജ്യൂസ് വേണം എന്നുള്ളതനുസരിച്ച് നിങ്ങൾ വെള്ളവും എടുക്കുക, അതുപോലെ തന്നെ ഗ്രേപ്സും എടുക്കുക. ഞാനിപ്പോൾ ഇത് 2 ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, എങ്കിലും 2 ഗ്ലാസ്സേ സെർവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം വെച്ചത്. ഇനി ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ വെള്ളം വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. കണ്ടോ, പൊട്ടി വരുന്ന ഗ്രേപ്സ് എല്ലാം മുകളിലേക്ക് വന്നു തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് വാട്ടർ എടുത്തിട്ട് അടുപ്പിച്ച് വെക്കുക. ഈ പൊങ്ങി വരുന്ന ഗ്രേപ്സിന് നമ്മൾ ഐസ് വാട്ടറിലേക്ക് മാറ്റും. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഇതാ കണ്ടോ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഗ്രേപ്സ്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കണ്ടോ, നന്നായിട്ട് ഇതുപോലെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഗ്രേപ്സിന്റെ കളർ അനുസരിച്ച് നമ്മുടെ ജ്യൂസിന്റെ കളർ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇത് സീഡുള്ള ഗ്രേപ്സ് ആണ്, സീഡ്ലെസ് അല്ല. സീഡ്ലെസ് ഗ്രേപ്സ് ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കളർ ഉണ്ടാവും, പക്ഷെ ആ ഒരു ഷേപ്പ് അത്ര ഭംഗി ഉണ്ടാവില്ല. നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന ഗ്രേപ്സിന്റെ ഷേപ്പ് സീഡ്ലെസ് ഗ്രേപ്സിന് അത്ര ഭംഗിയുള്ള ഷേപ്പല്ല. എനിക്ക് ആ ഒരു ഷേപ്പിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സീഡുള്ള ഗ്രേപ്സ് തന്നെ ചൂസ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗ്രേപ്സ്, ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഐസ് ക്യൂബ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റാൻ പോവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക, ഈ ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബിന്റെ കൂടെ ഇടുകയാണെങ്കിൽ ഒട്ടും തന്നെ ഗ്രേപ്സ് ഓവർ കുക്ക് ആവാതിരിക്കും. ഓവർ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ ഗ്രേപ്സിന്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് ജ്യൂസിലേക്ക് ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. എത്ര മധുരം വേണം എന്നുള്ളതനുസരിച്ച് ചേർക്കാം. ഇനി ജ്യൂസ് ഒന്ന് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ ആക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രേപ്സിന്റെ സ്കിന്നിലുള്ള കളർ മുഴുവനും ഈ വെള്ളത്തിലേക്ക് മിക്സ് ആവണം. അതുപോലെ ഗ്രേപ്സും നന്നായിട്ട് അലിഞ്ഞു വരണം. അപ്പോൾ ഞാനിപ്പോൾ ഷുഗർ ആഡ് ചെയ്യാണ്. ഇത് ഇളക്കി കൊടുക്കുക, വീണ്ടും കുക്കാവണം. ഇപ്പോൾ തന്നെ ജ്യൂസിന്റെ കളറ് നല്ല കളറായി വന്നിട്ടുണ്ട്, പക്ഷെ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ലൂസായിട്ടുള്ള ജ്യൂസാണ്. നിങ്ങൾക്ക് ഈ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി മതി എന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം. കുറച്ചുകൂടി തിക്കായിട്ടുള്ള ജ്യൂസ് ആകുമ്പോൾ കുടിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി തിക്കാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് കുക്കാവാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയി. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ചൂട് മാറിയിട്ടാണ് നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രേപ്സ് നന്നായിട്ട് ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കുക. ഞാനിപ്പോൾ ഉടച്ചെടുക്കുന്നില്ല, ഇത് അരിച്ചെടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് ചൂടൊക്കെ കംപ്ലീറ്റ് മാറി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ സെർവ് ചെയ്യണമെങ്കിൽ സെർവ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ 1 മണിക്കൂറോ അരമണിക്കൂറോ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് ടേസ്റ്റോട് കൂടി ജ്യൂസ് കഴിക്കാം. അപ്പോൾ തണുപ്പ് പറ്റാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചൂട് കംപ്ലീറ്റ് മാറി കഴിയുമ്പോൾ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാൻ പോവാണ്. അരിച്ചെടുത്തിട്ട് സെർവ് ചെയ്യാം. എപ്പോഴും ഇപ്പൊ നമുക്ക് പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അരിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രേപ്സിന്റെ പൾപ്പും തൊലിയും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നത് ഈ രീതിയിലല്ല. നമ്മൾ കുറച്ച് ഗ്രേപ്സ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് കുക്ക് ചെയ്തിട്ട്, അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. പക്ഷെ ഇത് ആദ്യമേ ഇതുപോലെ അരിച്ച് നന്നായിട്ട് ജ്യൂസ് മാത്രമാക്കി എടുക്കണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള ഗ്രേപ്സ് ആഡ് ചെയ്യുന്നത്. അത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ആഡ് ചെയ്താൽ മതി.
അപ്പോൾ ഈ സമയത്ത് മധുരം ചെക്ക് ചെയ്തിട്ട് മധുരം കുറവാണെങ്കിൽ ഈ സമയത്താണെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് 1 മണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗ്രേപ്സ് ഉണ്ടല്ലോ, അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് സെർവ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇളക്കി സെർവ് ചെയ്യാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗ്രേപ്സിൻ്റെ പൾപ്പ് ഉണ്ടല്ലോ, ഇതിട്ട് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജ്യൂസ് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഗ്രേപ്സും കൂടി കഴിക്കാൻ കിട്ടും. അതിനാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഗ്രേപ്സ് 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ പൾപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുന്തിരി ജ്യൂസ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്ന ഐക്കണിന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.